ഹലോ ഗേയ്സ്, ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു പ്രത്യേകത നിറഞ്ഞ ദിവസമാണ്. പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല, എന്നാലും എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമായിട്ടാണ് ഞാൻ ഇന്ന് കാണുന്നത്. കാരണം ഇന്ന് എനിക്കും എൻ്റെ ഫ്രണ്ടായ സുമിക്കും ഒരു ക്ലാസ് ഉണ്ട്, ട്രിവാൻഡ്രത്ത് വെച്ചാണ്. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ സ്കൂട്ടി നമ്മൾ ആലങ്കോട് കൊണ്ട് വെച്ചിട്ട് ആണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ആലങ്കോടെത്തി. നമുക്ക് ക്ലാസ് എന്ന് പറയുന്നത് ഒരു 10 മണിക്കാണ്. അപ്പോൾ ഞാൻ അവളെ കാത്ത് വെയിറ്റ് ചെയ്യണം. അവൾ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ആറ്റിങ്ങലായിരിക്കും, ആറ്റിങ്ങിൽ നിന്നായിരിക്കും പോകുന്നത്. പക്ഷേ ചിലപ്പോൾ നമ്മൾ ആലങ്കോടായിരിക്കും. അപ്പോൾ അങ്ങനെ ആലങ്കോട് തന്നെ നിന്ന് ബസ് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി. പക്ഷേ എനിക്ക് ഫസ്റ്റ് സീറ്റ് കിട്ടില്ല, അവൾക്ക് സീറ്റ് കിട്ടിയുള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷേ അതിന് മുമ്പ് കണ്ടക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു എവിടെയാണ് പോവേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു തിരുവനന്തപുരം എന്ന്. അപ്പോൾ കണ്ടക്ടർ ചിരിക്കുന്ന അതെന്തേത് അങ്ങനെ പറഞ്ഞത്. കാരണം പ്രത്യേകിച്ച് എൻ്റെ സ്ലാങ് എല്ലാവരും തിരുവനന്തപുരംകാരി സംസാരിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. ഒരുപാട് പേര് എന്നെ കളിയാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് മാറ്റി പറഞ്ഞു തിരുവനന്തപുരം എന്ന്. പിന്നെ ഞാൻ ഒന്നും കൂടെ പറഞ്ഞ് ട്രിവാൻഡ്രം എന്ന്. അങ്ങനെ കളിയാക്കി എന്തൊക്കെയോ കണ്ടക്ടർ പറഞ്ഞിട്ട് എനിക്ക് ടിക്കറ്റൊക്കെ തന്നു. എന്നിട്ട് ബാക്ക് സൈഡിൽ എനിക്ക് സീറ്റ് കിട്ടിയപ്പോൾ ഞാൻ പോയിരുന്നു. അപ്പോൾ ബാക്ക് സൈഡിൽ സത്യം പറഞ്ഞാൽ സെൻറ്ററിലാണ് എനിക്ക് ഫസ്റ്റ് സീറ്റ് കിട്ടിയത്. അവിടെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും കാല് കഴിക്കാതെ ഇരിക്കാൻ പറ്റിയല്ലോ. കുറച്ച് ഒരു 1.5-2 മണിക്കൂറോളം നമുക്ക് ബസ്സിൽ ഇരിക്കേണ്ടി വന്നു. അങ്ങനെ എനിക്ക് ജലദോഷം ആയതുകൊണ്ടാണ് ഞാൻ ഈ മാസ്ക് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ തൊണ്ടവേദനയ്ക്കുള്ള ഒരു മുട്ടായിയും കൂടെ കഴിച്ചു. എന്നിട്ട് ഞാൻ എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയായിരുന്നു. പിന്നെ എനിക്ക് ഉറക്കമാണോ എന്തോ വൈകായ്മ കൊണ്ടാണ് എനിക്ക് ഈ യാത്രയൊന്നും അത്രയ്ക്കൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. സാധാരണ ഞാൻ ബസ് യാത്രയൊക്കെ ഞാൻ എൻജോയ് ചെയ്താണ് പോകുന്നത്. പക്ഷേ എനിക്ക് ജലദോഷവും ഒരു തൊണ്ടവേദനയും കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ക്ലാസ്സിന് എത്തിയാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പുറത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു. സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ ബസ് യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ക്ലാസ് തുടങ്ങി. ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ബോട്ടോക്സ് ആയിരുന്നു. അത് ബ്രസീലിയൻ ബോട്ടോക്സ് ആണ്. അപ്പോൾ പുതിയ ട്രെൻഡൊക്കെ നമ്മൾ പഠിക്കണമല്ലോ. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് ഫ്രീ ടൈം ആയപ്പോൾ അവിടെ ഒരു അക്വേറിയം ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ കുറച്ച് മീനുകളൊക്കെ ഞാൻ കണ്ടു. അത് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് പിന്നെയും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഹെയർ സ്പായുടെ പുതിയ അപ്ഡേറ്റും നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ ഇത് 1 ഡേ സെമിനാറായിരുന്നു. അപ്പോൾ നല്ല ക്ലാസ്സായിരുന്നു. നമുക്ക് ഒരുപാട് പുതിയ അറിവുകളൊക്കെ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ പുതിയ പ്രൊഡക്റ്റൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ ഈ ക്ലാസ് പോയതുകൊണ്ട് എന്തായാലും ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബസ് കയറാനായിട്ട് വന്നു. പക്ഷേ ബസ് കയറിയപ്പോൾ നമ്മൾ ആലങ്കോട് ഇറങ്ങാമെന്നും പറഞ്ഞാണ് ബസ്സിൽ കയറിയത്. പക്ഷേ ആ ബസ് ആറ്റിങ്ങ് വരെ ഉള്ളായിരുന്നു. എന്നാലും നമ്മൾ ആറ്റിങ്ങ് വന്നിട്ട് പിന്നെ നമ്മൾ ബസ്സിൽ കയറി ആലങ്കോട് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ടെന്ന്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.